ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എത്ര വലിയ ശത്രുക്കളാണേലും ശത്രുദോഷമാണേലും ഭദ്രകാളിയുടെ ഈ ഒരു വിദ്യ ചെയ്താൽ ആർക്കും ചെയ്യാം. ഇത് ചെയ്യുന്ന നിങ്ങളല്ലാതെ ഇത് വേറെ ആരും അറിയത്തില്ല, ആർക്കും ചെയ്യാം. ഭദ്രകാളിയുടെ കുളിച്ച് കഴിഞ്ഞാൽ ഉടൻ രാവിലെ ഈ ഒരു വിദ്യ ചെയ്താൽ ശത്രു മിത്രമാകും. വളരെ പെട്ടെന്ന് തന്നെ അതിന് വളരെ പെട്ടെന്ന് തന്നെ ആ ശത്രുക്കൾ എത്ര വലിയ രീതിയിലുള്ളവരാണേലും നമ്മൾക്ക് വശപ്പെട്ട് നിൽക്കും, മിത്രങ്ങളായി തീരും, ശത്രു കീഴടങ്ങും മനസ്സുകൊണ്ട്. ഇങ്ങനെയുള്ള ഒരു രഹസ്യവിദ്യയാണ്. ഇതാർക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിദ്യയാണ്. നമുക്ക് ഏതാളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാനും, പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടി കേട്ടോ, അല്ലാതെ ഉള്ള കാര്യത്തിന് വേണ്ടി ഞാനൊരു കാര്യവും പറഞ്ഞു തരത്തില്ല. നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ഏതാളെയും നമുക്ക് അനുകൂലമാക്കി മാറ്റാം. ഇത് പറയാൻ കാര്യം, പലപ്പോഴും ഈ വാട്സപ്പിൽ ഞാൻ നോക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാത്തവരായിക്കോട്ടെ ഒക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അവരൊക്കെ തൊഴിലിടങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചിലരൊന്നും തൊഴിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സാറേ, എനിക്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എനിക്ക് തൊഴിലിപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, പക്ഷെ ഞാൻ നിവർത്തിയില്ല, തൊഴിൽ ഇട്ടിട്ട് പോകും. കാരണം അതുപോലെ തൊഴിലിടത്തിൽ ചില ആളുകൾ ശത്രുതയോട് പെരുമാറുന്നു എന്നൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അപ്പം ഞാൻ കഷ്ടമല്ലേ അത്. ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുക അല്ലെ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം വരിക ഒക്കെ, അതിനുവേണ്ടി ഞാൻ അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അവരത് ചെയ്തു. ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളുമില്ല. ആ ശത്രുത സ്ഥാനത്തുള്ളവർ അവർക്ക് മിത്രങ്ങളായി തന്നെ വശപ്പെട്ട് നിൽക്കുന്നു, നല്ലതായിട്ട് ജോലി ചെയ്യുന്നു, അവരുടെ ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പറ്റുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇത് ആർക്കും പ്രയോജനപ്പെടാവുന്ന കാര്യമാണ്. ഒന്നുകിൽ തൊഴിലിടത്ത് അല്ലെ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്തവരില്ല. അതൊക്കെ നമുക്കൊരു അനുകൂലമായിട്ട് വരാൻ ഭദ്രകാളിയുടെ ഈ ഒരു രഹസ്യവിദ്യ ഞാൻ പറഞ്ഞു തരികയാണ്. നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാരണം നല്ല കാര്യത്തിന് വേണ്ടി ആണിത് പറഞ്ഞു തരുന്നതും ആ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പറഞ്ഞു തരുന്നതും. ആരും നമുക്ക് അനുകൂലമാകും. പിന്നെ ഞാൻ എന്നാളേ പറഞ്ഞിരുന്നു, ഈ ഒരു ആധാരം എഴുതാൻ ഒരാൾ പോയപ്പോൾ അവർക്ക് എതിരെ കുറേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് ഈ വിദ്യ പറഞ്ഞു കൊടുത്തപ്പം അവരത് കുടി കഴിഞ്ഞ ഉടനെ ചെയ്തു. പിന്നെ അവിടെ ചെന്നിട്ട് അവരൊന്ന് ജസ്റ്റ് അത് ചെയ്തു. ഒരു കുഴപ്പമില്ല. ആ ഏരിയ പോലും, ആ അയൽപക്കത്ത് പോലും ആരും വന്നില്ല എതിര് പറഞ്ഞവര്. സുഖമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കാനും സാധിച്ചു. അങ്ങനെ ഇത് ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞ്, അല്ലാതെ ഇത് ആദ്യമായിട്ടുള്ള പറയുന്ന കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ നോക്കി പറഞ്ഞ് പലർക്കും വാട്സപ്പിൽ കൂടെ പറഞ്ഞ് അല്ലെങ്കിൽ നോക്കുമ്പോൾ പറയുന്ന കൊടുത്ത് അവരൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല കാര്യമാണ്. നിങ്ങൾക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഇതിനൊക്കെ ഭദ്രകാളി അമ്മയോട് നന്ദി പറയുക. ഇതൊന്നും ഇതിൻ്റെ അകത്ത് എൻ്റെ യാതൊരു കഴിവോ അറിവോ ഒന്നുമല്ല, ഞാൻ ആരുമല്ല. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണിത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. എനിക്കിതുപോലെയുള്ള ചില രഹസ്യവിദ്യകൾ ഭദ്രകാളി അമ്മയെ ഉപാസിക്കുന്ന ഒരു അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ ചില ആവശ്യങ്ങൾക്ക് നല്ല കാര്യത്തിന് ഞാനത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ കാര്യമല്ലെന്ന്. ഞാൻ അതുകൊണ്ട് പല ആളുകൾക്കും ഇപ്പം സ്ഥലവും വീടും വിൽക്കാൻ, അത് വേറെ ഭദ്രകാളിയുടെ വിദ്യയാണ്, വിൽക്കാൻ പിന്നെ പല കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. നല്ല കാര്യങ്ങളാണിതെല്ലാം. ഏതൊരാൾക്കും ജീവിതത്തിൽ ആവശ്യം വരുന്ന കാര്യമാണ്. ഏതൊരാൾക്കും ആവശ്യം വരുന്ന കാര്യം എപ്പോഴെങ്കിലും ആവശ്യം വരും. അപ്പം ഇത് വീഡിയോ മുഴുവൻ കാണുക. ഞാൻ ഈ വീഡിയോയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അതായത് മുൻകോപമുള്ളവർക്ക് അത് മാറാനുള്ള ചില വിദ്യകൾ, ടെൻഷൻ ഉള്ളവർക്ക് അത് മാറാനുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഒരു സംഖ്യ എഴുതി വെച്ചാൽ അത്ഭുതകരമായ സമ്പത്ത് വരുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. അത് വളരെ വളരെ അത്ഭുതകരമായി ചെയ്തവർക്കൊക്കെ സാമ്പത്തികം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോ ശരിക്കും കാണണം. പിന്നെ ചില പ്രായമുള്ള അമ്മമാരും ഒക്കെ നമ്മുടെ വീഡിയോ എല്ലാ തരത്തിലുള്ളവരും കാണുന്നുണ്ട്. അതായത് കുട്ടികൾ കാണുന്നുണ്ട്, ചെറുപ്പക്കാർ കാണുന്നുണ്ട്, പ്രായമുള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ ചില അമ്മമാരും പ്രായമുള്ള ചില അച്ഛന്മാരും പറഞ്ഞു, മോനെ ആ സംഖ്യ എഴുതി വെക്കുന്ന ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ? അത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എന്തായാലും ആ വീഡിയോ കാണും. അതിൻ്റെ അകത്താണ് കൂടുതൽ രഹസ്യങ്ങൾ പറയുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ ഈ മനസ്സിലാകാത്തവർ ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഒരു സംഖ്യ എഴുതി വെച്ചാൽ അത്ഭുതകരമായ സമ്പത്ത് വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കാണുക. അപ്പം
നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴിയേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. കുറച്ച് പറ്റുന്നത് ചെയ്തു തരും. അത് എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. പിന്നെ നല്ല പ്രാർത്ഥനകളും ശരനൂൽ വിദ്യയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. കേട്ടിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പം നേരിട്ട് വന്നാൽ കൺസൾട്ടിങ് ഇല്ല. നേരിട്ട് വന്നാൽ എനിക്ക് ഒന്നിനും സമയമില്ല നേരിട്ട്, കാരണം ഞാൻ വർക്കിലാണ്. എനിക്ക് എപ്പോഴും വർക്കുകൾ കാണും, ഇങ്ങനെ എപ്പോഴും കാണും. ഞാൻ ഫ്രീ ആകാറില്ല. വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരാളെന്നെ ശല്യപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാനൊരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഏറ്റവും ആഴത്തിലിറങ്ങിയ ഒരു മെഡിറ്റേഷൻ പോലെ ഞാനത് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സാഹചര്യം പറഞ്ഞതുപോലെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അപ്പം വാട്സപ്പ് നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഇത് പറഞ്ഞത് പുതിയതായിട്ട് വീഡിയോ എപ്പോഴും കാണുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി കൂടിയാണ് പറഞ്ഞത്, അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് തൊട്ടു മുമ്പ് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഈറനോടെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു വന്നോ ഇടതുകാല് മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ഇടതു കൈ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് വലതുകൈ സാധാരണ പോലെ ഇടാം. എന്നിട്ട് ഞാനീ പറയുന്ന വരികൾ ജപിക്കുക. ഓം കാളി കാളി മഹാകാളി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാനൊന്ന് എഴുതി കൂടി ഇടാം, അതുകൂടെ നോക്കിയിട്ട് ജപിക്കുക. ഇത് ജപിച്ചിട്ട് ഭദ്രകാളിയമ്മയോട് ഞാൻ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ആ വരികൾ അതുപോലെ പറയുക. അമ്മേ ഭദ്രകാളി അമ്മേ, ഞാൻ അവിടുത്തെ ദാസനാണ്. ഇനി സ്ത്രീകളാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ അവിടുത്തെ ദാസിയാണ്. അമ്മയുടെ സഹായം എനിക്ക് എപ്പോഴും ഉണ്ടാകണമേ. അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമാകാനും ഭംഗിയായി നടക്കാനും എല്ലാം നേടിയെടുക്കാനും സാധിക്കുന്നു. അതിന് അമ്മയ്ക്ക് എപ്പോഴും നന്ദി നന്ദി നന്ദി. അമ്മേ, എനിക്ക് എതിരായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ദാസിയായ അവിടുത്തെ ദാസിയായ എന്നെ അമ്മ സംരക്ഷിച്ച് കാത്തുകൊള്ളണേ. എല്ലാം ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു. എന്നെ അമ്മ തന്നെ നയിക്കണമേ, മുന്നിൽ നിന്ന് എന്നെ അമ്മ തന്നെ നയിക്കണമേ. ഭദ്രകാളി അമ്മേ, എല്ലാത്തിനും അവിടത്തേക്ക് അമ്മേ നന്ദി 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 എന്ന് പറയുക. ഇത് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പിന്നെ പെട്ടെന്ന് തല തോർത്തിക്കോണം. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിങ്ങളെ നടത്തുന്നത്, നിങ്ങളെ സംരക്ഷിക്കുന്നത് അമ്മയായിരിക്കും, ഭദ്രകാളി അമ്മയായിരിക്കും. പിന്നെ ഒരു ശത്രു അവിടെ കീഴടങ്ങിയിരിക്കും, നിങ്ങൾക്ക് വശപ്പെട്ട് നിൽക്കും, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ. കാരണം അത് ചെയ്തവർക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താലേ അത് ഫലമാകത്തുള്ളൂ. നിങ്ങൾ ഭദ്രകാളിയമ്മയെ പൂർണ്ണ വിശ്വാസത്തിൽ വേണം ഇത് ചെയ്യാൻ. ഈ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, മറന്നേക്കണം. ഇത് കുളിച്ച് തല തോർത്തുന്നതിന് മുമ്പ് ഈറനോടെ വസ്ത്രം ഉടുത്ത് തന്നെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടതുകൈ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇടതുകൈ ചേർത്ത് പിടിച്ച് വേണം ഈ വിദ്യ ചെയ്യാൻ. അതാണ് അതിന്റെ രഹസ്യം. ഇത് ചെയ്തവര് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. തൊഴിലിടത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഭദ്രകാളിയമ്മേ, അവിടുത്തെ ദാസിയാണ് ഞാൻ. സ്ത്രീകളാണെങ്കിൽ അവിടുത്തെ ദാസനാണ് ഞാൻ. ഭദ്രകാളിയമ്മേ, എനിക്ക് നേരെ വരുന്ന ഏതൊരു പ്രതിസന്ധികളെയും അവിടുന്ന് നീക്കിത്തരണേ. എനിക്കെതിരെ വരുന്ന ഏതൊരു ശത്രുദോഷങ്ങളെയും അവിടുന്ന് നീക്കിത്തരണേ. എനിക്ക് ശത്രുവായി എൻ്റെ മുന്നിൽ വരുന്നവരെല്ലാം അവിടുന്ന് ആ തടസ്സങ്ങളൊക്കെ നീക്കി എന്നെ അവിടുന്ന് മുന്നോട്ട് നയിക്കണമേ. ഭദ്രകാളിയമ്മേ, എനിക്ക് മുന്നിൽ വരുന്ന അല്ലെ ശത്രുതയുള്ളവരൊക്കെ എനിക്ക് മിത്രങ്ങളായി തീരണേ. നമ്മളാരും നമുക്ക് ദോഷം വരുന്ന കാര്യം പറയത്തില്ല. എനിക്ക് വശപ്പെട്ട് നിൽക്കണേ. അവിടത്തേക്ക് നന്ദി 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 എന്ന് പറയുക. പിന്നെ പെട്ടെന്ന് തല തോർത്തുക. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ ഒരു വിഷയം മനസ്സിൽ കാണരുത്. ചിന്തിച്ചാൽ പോയി, അയ്യോ ഞാൻ പറഞ്ഞ ശരിയായോ, അല്ല ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ എങ്ങനെയാ നോക്കാം. അവിടെ പരീക്ഷണമൊന്നും പാടില്ല. പിന്നെ മറന്നേക്കണം, അത് ചിന്തിക്കേണ്ട. അത് കൃത്യം ദിവസവും ചെയ്തോ അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് അല്ലെ ഞാൻ ഇത് ചെയ്ത് ഇന്ന് ഓഫീസിൽ പോയി പരീക്ഷിച്ച് നോക്കാം, ഒരു ഫലം കിട്ടത്തില്ല. അമ്മയെ പരീക്ഷിക്കരുത്. അതുപോലെ നിങ്ങൾ അല്ലെ ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. അത് ദിവസവും ചെയ്തോ നമുക്ക് എതിരെ വരുന്ന ആരും നമുക്ക് വശപ്പെട്ട് നിൽക്കും. ഒരു സംശയവും വേണ്ട. അനുഭവമാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി ചെയ്യുക. ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പ്രതിസന്ധികളാണെങ്കിൽ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം.
അമ്മേ ഭദ്രകാളിയമ്മേ, അവിടുത്തെ ദാസനായ എനിക്ക്, അല്ലെ എനിക്ക് അവിടുത്തെ ദാസിയായ എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ അമ്മേ. അമ്മേ എല്ലാത്തിനും നന്ദി എന്ന് മനസ്സിൽ 3 തവണ പറയാം. സാമ്പത്തികം വരും. ഇതുപോലെ ശത്രുദോഷങ്ങൾ മാറാൻ അങ്ങനെ പറയാം. എന്നിട്ട് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ, ദിവസവും ചെയ്യുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും വെള്ളിയാഴ്ച ഭദ്രകാളിയമ്മയ്ക്ക് കടുംബായുസം, ചെമ്പരത്തിമാല ഉണ്ട്, ചെമ്പരത്തിമാല, അല്ലെങ്കിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന, ഇതൊക്കെ നൽകുക കൂടെ ചെയ്യണം കേട്ടോ. അതുകൂടെ ചെയ്യണം. അപ്പോഴാണ് അതിന്റെ പൂർണ്ണ ബലം ഉണ്ടാകുന്നത്. നിങ്ങളുടെ വെള്ളിയാഴ്ച നൽകണം, നിങ്ങളുടെ പക്കനാളിന് നൽകണം. കടുംബായുസം, രക്തപുഷ്പാഞ്ജലി പക്കനാളിന്. വെള്ളിയാഴ്ചകൾ തോറും രാവിലെ അമ്മയ്ക്ക് കടുംബായുസം, രക്തപുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ചെമ്പരത്തിമാല, അല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന, ഇത് 3 ഒന്ന് നൽകുക. കുങ്കുമാർച്ചനയും കൂടെ നൽകുക. പിന്നെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ നൽകുകയാണ് നല്ലതാ. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. കാരണം അമ്മയ്ക്ക് നമ്മൾ ഈ പക്കനാളിൽ നിന്നും വെള്ളിയാഴ്ച ഇതുകൂടെ ക്ഷേത്രത്തിൽ ചെയ്യണം. അത് നമ്മൾ നേരുമൊന്നുമല്ല, നമ്മൾ നമ്മുടെ അമ്മയോടുള്ളൊരു സ്നേഹം അല്ലെ നന്ദി പ്രകടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അമ്മ നമ്മുടെ കൂടെ പലതും സഹായിക്കുമ്പോൾ നമ്മൾ അമ്മയ്ക്ക് ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പേര് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കണ്ട, ഭദ്രകാളി അമ്മ എന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഇത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യും. കാരണം പലരും നിസ്സഹരായിട്ടുള്ള ആളുകളുണ്ട്. കാരണം തങ്ങളെ ഉപദ്രവിക്കുന്ന ഇപ്പം വലിയ രീതിയിലുള്ള ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള പല രീതിയിൽ നമ്മുടെ ഒക്കെ ഈ ജോലി സ്ഥലത്തൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അത് നിസ്സഹായരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് വശപ്പെട്ട് നിൽക്കും. നമ്മൾ ആർക്കും നല്ലത് മാത്രമേ അവർ വശപ്പെട്ട് നിൽക്കണം. അതാണ് നമ്മൾ അമ്മയോട് പറയുന്നത്. അതമ്മ സാധിച്ചു തരും. അപ്പൊ ഈ പുളിച്ചീരനോടുള്ള ഈ പ്രാർത്ഥനയ്ക്കകത്ത് രഹസ്യമുണ്ട്. അതാ പറയുന്ന രീതിയിൽ ആ ഇടതുകാല് വെച്ച് ഇടത് കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുമ്പോഴാണ് ഈ വിദ്യ ഫലപ്പെടുന്നത്. അത് ഇതുപോലെ ഒരിടത്തും ആരും നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ല. കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ഇത് അറിയണം. രണ്ടാമത്തെ കാര്യം ഇതങ്ങനെ പറയാൻ അങ്ങനെ ഒരു 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 എത്രയോ കോടി ജനങ്ങളുള്ളതിൽ ചിലർക്ക് മാത്രം ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ചില അത്ഭുത ജ്ഞാനങ്ങളാണ്. പറയാൻ മനസ്സിലായില്ല. ഇതൊക്കെ ഇതൊന്നും നമ്മുടെ കഴിവല്ല, എല്ലാം ഭദ്രകാളി സമർപ്പിക്കുന്നു. ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത്. കാരണം ഞാൻ എനിക്കായിട്ടൊന്നും സൂക്ഷിക്കാറില്ല. എല്ലാ വിദ്യകളും നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ അത് പ്രയോജനമുണ്ട്. ഒരുപാട് ആളുകൾ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നു. ഒരുപാട് ആളുകൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഉയർച്ചയുണ്ട്. അതൊക്കെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നു. അതാണ് എൻ്റെ സന്തോഷം. ഇപ്പം ഇനിയും പറഞ്ഞുതരാൻ പോകുന്നത്, ഞാൻ ഇന്നലെ കാണിച്ച അതിനു മുമ്പ് 2 കാര്യം കൂടെ പറയാം. ഈ മുൻകോപം മാറാൻ വേണ്ടി പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ മുൻകോപം ഒരു പ്രശ്നം തന്നെയാണ്. മുൻകോപം ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഈ ഒരിടത്ത് ഒരു പെണ്ണിനെ കാണാൻ ഒരാൾ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലർ പറയും ചെറുക്കന് വേറെ കുഴപ്പമൊന്നും വെച്ചാൽ മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോഴ് അത് മതി. ജീവിതം തകരാൻ അവരൊറ്റ കാര്യം മതി, വേറെ കുഴപ്പമൊന്നും വേണ്ട. ഈ മുൻകോപം മതി ഏത് കാര്യവും തകരാൻ. ഒരു നല്ല ബന്ധം, നല്ല കൂട്ടുകെട്ട്, നല്ലൊരു റിലേഷൻ ഇല്ലാതാകാൻ, നല്ലൊരു ജോലി ഇല്ലാതാകാൻ, നല്ലൊരു കുടുംബം ഇല്ലാതാകാൻ, സാമ്പത്തികമായിട്ട് വഴിമുട്ടാൻ, ഇതെല്ലാം മുൻകോപം തന്നെ മതി. അധികമാണ് അത് മുൻകോപം. ഈ മുൻകോപം ഒരു വലിയ പ്രശ്നമാണ്, ചെറിയ കാര്യമല്ല. മുൻകോപം അതിനുള്ളൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ശനിയാഴ്ചകൾ തോറും ശിവക്ഷേത്രത്തിൽ, ശനിയാഴ്ചകൾ തോറുമല്ല, പക്കനാളിന്, നിങ്ങളുടെ പക്കനാളിന് ശിവക്ഷേത്രത്തിൽ കളഭാഭിഷേകം ചെയ്യണം. നല്ല മാറ്റം വരും. 1. രണ്ടാമത്തെ കാര്യം, ശനിയാഴ്ചകൾ തോറും അയ്യപ്പ സ്വാമിക്ക് ഭസ്മാഭിഷേകം ചെയ്ത് ആ ഭസ്മ നിങ്ങൾ തൊടണം. ഭയങ്കര മാറ്റം വരും കേട്ടോ. ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റം. ചെയ്ത് നോക്കുക, ബാക്കിയൊക്കെ സ്വയം മനസ്സിലാക്കുക. ഓരോന്നിനും വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുക. അത് അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ഇനി ടെൻഷൻ മാറാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ടെൻഷൻ ഉണ്ടോ ഉണ്ടായിക്കോട്ടെ, മാറാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ ശ്വാസം എടുക്കുമ്പം ഐം എന്ന് ജപിക്കുക. ശ്വാസം വെളിയിലേക്ക് വിടുമ്പം ശിവായ നമ എന്ന് ജപിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് മുറി ശ്വാസത്തല്ല, സ്വാഭാവിക ശ്വാസം, നിങ്ങളായിട്ട് ദീർഘമായിട്ടെടുക്കുന്ന ശ്വാസമല്ല, നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന ചെറു ശ്വാസം,
ഐം ശിവായ നമ. മനസ്സിൽ ജപിച്ചാൽ മതി, കണ്ണടച്ചിട്ട്. ഐം ശിവായ നമ. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഐം, വെളിയിലോട്ട് വിടുമ്പോൾ ശിവായ നമ. ഐം ശിവായ നമ. ഐം ശിവായ നമ. ഐം ശിവായ നമ. ഇത് എപ്പം ടെൻഷൻ വന്നാലും ചെയ്താൽ മതി. 1 മിനിറ്റോ 1/2 മിനിറ്റോ ചെയ്താൽ മതി. ടെൻഷൻ പമ്പ കടക്കുമെന്ന് മാത്രമല്ല, ആള് ഭയങ്കര സന്തോഷവും ഹാപ്പിയൊക്കെ ആയിരിക്കും. മാത്രമല്ല ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇതൊരു രഹസ്യ വിദ്യയാണ്. ഇത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പറയാൻ പോകുന്നത്, ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഒരു അക്കം, ഒരു സംഖ്യ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികം വരും. പേഴ്സിൽ എഴുതി വെച്ചാൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. പ്രായമുള്ള ചിലർക്കൊക്കെ മനസ്സിലാകാതുണ്ട്, മറ്റുള്ളവർക്കും കൂടെ അത് ഉപകരിക്കും. പക്ഷേ ഇന്നലത്തെ വീഡിയോയിലാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ പറയുന്നത്. അത് അതുപോലെ തന്നെ കാണണം. അതിന് പകരമാകത്തില്ല ഇത്. അത് കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഇത് ഉപകരിക്കും. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 1/4/1943. ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. നിങ്ങൾ കണക്കൂട്ടേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചായിരിക്കണം. നിങ്ങളുടെ ജനിച്ച മാസവും ജനിച്ച വർഷവും ജനിച്ച തീയതിയും വെച്ച് വേണം നിങ്ങൾ കണക്ക് കൂട്ടാൻ. ഞാനൊരു ഉദാഹരണത്തിന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം. ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് 1/4/1943. ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ, അതായത് ജനിച്ച തീയതിയും മാസവും വർഷവും കൂടെ കൂട്ടുമ്പോൾ 1+1+1+9+4+3 ഇത്രയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 22 ഈ 22നെ ഏകസംഖ്യ ആക്കുമ്പോൾ 2+2 എത്ര വന്നു? 4. ഈ 4 നിങ്ങളുടെ വിധിസംഖ്യ. വിധിസംഖ്യ 4. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 സംഖ്യ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 സംഖ്യ, ഏത് വേണേലും ഒരു 4 സംഖ്യ തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാനൊരു 4 സംഖ്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2659. ഇത് തമ്മിൽ കൂട്ടുമ്പം 2+6+5+9. അപ്പൊ എത്ര കിട്ടി? 22 കിട്ടി. അപ്പൊ 22നെ ഏകസംഖ്യ ആക്കുമ്പം 2+2 എത്ര കിട്ടി? 4. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച ആളുടെ വിധിസംഖ്യ 4. ആ 4 തന്നെ ഈ 4 അക്കം കൂട്ടുമ്പോഴും വരണം. ആ രീതിയിൽ വേണം നിങ്ങളൊരു 4 അക്കം തിരഞ്ഞെടുക്കാൻ. ഇതിനകത്ത് 0 വരാൻ പാടില്ല കേട്ടോ. ആ രീതിയിൽ വേണം നിങ്ങൾ ഈ 4 അക്കം തിരഞ്ഞെടുക്കാൻ. ഈ 4 അക്കവും കൂട്ടുമ്പോൾ ഈ വിധിസംഖ്യയായ 4 വരണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഏത് 4 അക്കം വേണേലും തിരഞ്ഞെടുക്കാം. ഇനി ഈ 4 അക്കത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4 അക്കത്തിന്റെ ആദ്യത്തെ 2 അക്കം കണ്ടോ? ആദ്യത്തെ 2 അക്കം 26. അതിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കണം രണ്ടാമത് വരുന്ന 2 അക്കം. മനസ്സിലാകുന്നുണ്ടോ? അതൊരു 20 സംഖ്യക്ക് മേളിലെങ്കിലും കൂടുതലാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ 20 ആകുമ്പം ഇത് 26 ആകുമ്പോൾ 46. 46ന് മേളിലായിരിക്കണം ഈ രണ്ടാമത്തെ 2 അക്കം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ഈ 4 അക്കം സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഈ 4 വരണം. നിങ്ങളുടെ വിധിസംഖ്യ 4 ആയതുകൊണ്ട് ഇവിടെ 4 വരണം. 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ 2 അക്കം എടുക്കുക. ഈ 2 അക്കത്തേക്കാൾ ഒരു 20 സംഖ്യയെങ്കിലും മുന്നോട്ടുള്ള കൂടുതലുള്ള സംഖ്യ ആയിരിക്കണം ഇപ്പുറത്ത് വരുന്നത്. 20ന് മേൽ എത്ര വേണേലും ആകാം. അപ്പൊ ഞാനിവിടെ 59 എടുത്ത്. പക്ഷെ ഈ 4 കൂടെ കൂട്ടുമ്പോൾ 4 വരികയും വേണം. ഈ ആദ്യത്തെ 2 അക്കത്തേക്കാൾ ഒരു 20 സംഖ്യയ്ക്ക് മേൽ എത്രയും ആകാം. കൂടിയ സംഖ്യ ആയിരിക്കണം ഈ രണ്ടാമത് വരുന്ന 2 അക്ക സംഖ്യയും. കേട്ടോ? ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ സംഖ്യ നിങ്ങളൊരു പേഴ്സിനകത്ത് നിങ്ങൾ ചെമ്പോലയല്ല, വെള്ളിയോലയല്ല, ചെമ്പോല. ഞാനീ പറയുന്ന പോലെ ഒരു ചതുരം വരച്ച് ആ ചതുരത്തിന്റെ 4 സൈഡിൽ ഒരു 0 ഇട്ട് ഞാൻ കാണിച്ചു തരാം. 0 ഇട്ട് ഈ സംഖ്യ എഴുതി വെക്കുക. 2659. കണ്ടല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുവാണ് കേട്ടോ. അതായത് ഒരു ചെമ്പോല മേടിക്കണം. വെള്ളി കൊണ്ടുള്ള ഓല മേടിക്കരുത്. ചെമ്പോല മേടിക്കണം. വെള്ളിക്കടയിൽ പോയാൽ കിട്ടും. ചെമ്പോല മേടിച്ച്
ആ ചെമ്പോല ചെറുതായിട്ട് ഒരു പേഴ്സി വെക്കാൻ പാകത്തിൽ കട്ട് ചെയ്യണം ചതുരമായിട്ട്. അത് കത്രിക കൊണ്ട് എല്ലാം കൊണ്ട് വേണേലും മുറിച്ചാൽ മതി. മുറിച്ചിട്ട് അത് നിങ്ങൾ ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കണം. ഒരു ചതുരം വരച്ചിട്ട് ചതുരത്തിന്റെ 4 മൂലയിലും ചെറിയൊരു വൃത്തം ഇടണം. ചതുരത്തെ മുട്ടിച്ച് അതിന്റെ അകത്ത് ഈ സംഖ്യ എഴുതണം. 26, 59. ഈ സംഖ്യയല്ല നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നിങ്ങളുടെ വിധിസംഖ്യ അനുസരിച്ച് അതുമായിട്ട് ശരിയാകുന്ന രീതിയിൽ 4 അക്ക സംഖ്യ കണ്ടുപിടിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ പഴയ തെളിയാത്ത പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് ഈ ചെമ്പോല ചതുരം വരച്ച് അതിന്റെ 4 സൈഡിലും 0 ഇട്ട് നടുക്ക് ഈ സംഖ്യ എഴുതിയാൽ മതി. അതിന് വേറെ ഒന്നും കൊണ്ട് എഴുതണ്ട. നമ്മുടെ പഴയ തെളിയാത്ത പേനയുടെ കൊണ്ട് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി ചെമ്പോല എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ. ഇത് വെള്ളി ഓലയല്ല, ചെമ്പോലയാണ്. ഇത് നമ്മൾ വെള്ളിക്കടയിൽ ചെന്നാൽ കിട്ടും. ഓരോ ഓല തന്നെ മേടിച്ചാൽ അത് ഒരുപാടുണ്ട്. ഇപ്പൊ ഇത് പേഴ്സിനകത്ത് വെക്കാനൊക്കെ തന്നെ ഇത്രയും ചതുരമായിട്ട് കട്ട് ചെയ്താലും മതി. മനസ്സിലായോ? ഒരുപാട് ഇച്ചിരി മതി. നമുക്ക് ആ ഇച്ചിരി ഇതിനു വേണ്ടിയാണ് നമ്മളൊരു ചെമ്പോലയായിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഇത് നിങ്ങളൊരു കടയിൽ ചെല്ലുമ്പോൾ ഒരു ചെമ്പോലയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ നേരത്തെ 40, 50 രൂപയൊക്കെ ഉള്ളായിരുന്നു. ഞാൻ നേരത്തെ ഒക്കെ ഇങ്ങനെ മേടിക്കുമ്പോൾ. പക്ഷെ ഇപ്പം 100 രൂപയൊക്കെ ആയിരിക്കാം. അപ്പൊ 100 എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ വലിയ 150 അങ്ങനെയൊക്കെ പറയണം. ഇനി ഇതിനെക്കാട്ടും വില കുറച്ച് കാണുന്നുണ്ട് വേറെ ഒരു കടയിൽ കിട്ടും. ഞാൻ അവിടെ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ട് അവർ തരും. അല്ലെ നമ്മൾ വേറെ കട അന്വേഷിച്ചിട്ട് മേടിക്കുക കേട്ടോ. നമ്മളെ ആരും ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. മനസ്സിലായല്ലോ? ഇപ്പം ഞാനെപ്പോഴും പറയും, ഈ ആമമോതിരം ആണേലും ആമമോതിരം നിങ്ങൾ പോയി ആദ്യം ഒരു കടയിൽ പോയിട്ട് ചുമ്മാ അങ്ങ് മേടിക്കരുത്. നിങ്ങൾ ചോദിക്കണം അതിന് വില എന്നാന്ന് ചോദിക്കണം. നല്ലൊരു വെള്ളി ആയിരിക്കണം. എന്നിട്ട് ഒരു 3-4 കടയിൽ കയറി ചോദിക്കണം. എന്നിട്ട് ഏറ്റവും നല്ലതെന്നും വിലക്കുറവെന്നും എന്നാൽ നല്ലതെന്നും തോന്നിടത്തൊന്നും മേടിക്കുക. ചാടി ഒരു കടയിൽ കയറി മേടിക്കരുത്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏത് കാര്യവും പെട്ടെന്ന് ധൃതി വെച്ച് ചെയ്യരുത്. അപ്പം ഇത് പേഴ്സിനകത്ത് വെക്കണം. പേഴ്സിനകത്ത് വെച്ചാൽ ധനം വളരെയധികം ഉണ്ട്. ഈ സംഖ്യ എഴുതി ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഒരു സംഖ്യ എഴുതി വെച്ചാൽ അത്ഭുതകരമായ സമ്പത്ത് വരുമെന്നുള്ള അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോ കാണുക. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഇത് മനസ്സിലാകാൻ ആ വീഡിയോ കണ്ടിട്ട് സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ ഇട്ടതേ ഉള്ളൂ. അത്ഭുതകരമായി ധനം വരും എന്നുള്ളതാണ്. അത് ഒരുപാട് പേർക്ക് അനുഭവം വന്ന കാര്യമാണ്. അവരുടെ അനുഭവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ സാറ് പറഞ്ഞൊരു വിദ്യ ചെയ്ത് വളരെ സാമ്പത്തികം വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് ഏത് വിദ്യയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ പേഴ്സിൽ ഇങ്ങനെ ഈ സംഖ്യ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒന്നുകൂടെ എല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം എന്ന് കാര്യം പറഞ്ഞു തന്നതാണ്. ഇത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. അത്ഭുതകരമായ ഇത് പൈസ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അത്ഭുതമാണ്. ഇതിനകത്തൊരു രഹസ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതൊരിക്കലും മാറത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊരിക്കലും മാറത്തില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച ദിവസം ഒരിക്കലും മാറത്തില്ല. ജനിച്ച ദിവസവും ജനിച്ച മാസവും വർഷവും ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങളുണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നതാണ് നിങ്ങൾ. അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്തിനെ നമ്മൾ അത് വിധിസംഖ്യയാക്കി, അത് എല്ലാം കൂടെ കൂട്ടി വിധിസംഖ്യയാക്കി. ആ വിധിസംഖ്യ നിങ്ങൾ തന്നെയാണ്. ആ വിധിസംഖ്യ നമ്മൾ ഒരു 4 അക്ക സംഖ്യ സെലക്ട് ചെയ്ത് അത് ആ വിധിസംഖ്യയ്ക്ക് തുല്യമായ രീതിയിൽ ആ വിധിസംഖ്യ വർക്കൗട്ട് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ 4 അക്ക സംഖ്യയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിധിസംഖ്യക്ക് അനുകൂലമായ രീതിയിൽ ഒരു 4 അക്ക സംഖ്യയെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ആ സംഖ്യക്കകത്ത് നിങ്ങൾ തന്നെ ആ സംഖ്യക്കകത്ത് നിങ്ങൾ തന്നെയാണ് ഡീകോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വർക്കൗട്ട് ആകുന്നത്. ഇതിന് ആദ്യത്തെ 2 അക്കത്തേക്കാൾ ഒരു 20 സംഖ്യയെങ്കിലും മുന്നോട്ട്, അതോ 20 സംഖ്യയ്ക്കും കൂടുതലായാലും കുഴപ്പമില്ല, മുന്നോട്ടുള്ളതായിരിക്കും രണ്ടാമത്തെ 2 അക്ക സംഖ്യ. അതിൻ്റെ അകത്ത് ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ആ ഒരു രഹസ്യ കോഡിങ്ങും മുന്നോട്ട് പോകാനുള്ള ഒരു രഹസ്യ കോഡിങ്ങും ആ സംഖ്യക്കകത്ത് വരുന്നുണ്ട്. ഇത് സംഖ്യ കൊണ്ടുള്ള കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാണ്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് സംഖ്യ കൊണ്ട്. അപ്പം ഇത് ഞാനങ്ങനെ അത്രയും രഹസ്യമുള്ള ഒരു നല്ലൊരു കാര്യമായതുകൊണ്ടാണ് അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടായത്. പൈസ വരും, നന്നായിട്ട് വരും. നിങ്ങളത് വിശ്വാസം കൂടെ വേണം, അത്രയേ ഉള്ളൂ.
നമ്മൾ ഏത് കാര്യം ചെയ്താലും അതൊരു മനസ്സ് ഉൾക്കൊണ്ട് ചെയ്യണം, അത് ഫലമാകും. അപ്പം ഇത് ഞാൻ പറഞ്ഞു തന്നത് ഒന്നുകൂടെ ക്ലിയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കത് പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്തത്. അല്ല എനിക്ക് സമയം ഉണ്ടായിട്ടോ ഇത്രയും നേരം വായലക്കണമെന്ന് അത് തന്നെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. അപ്പം ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നത് ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ഷെയർ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരട്ടെ, എല്ലാവരുടെയും പേഴ്സിൽ പൈസ വരട്ടെ, എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസ വരട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാകട്ടെ. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നമ്മളെ ജീവിതത്തിൽ വളർത്തുന്നത് നമ്മളെ പുകഴ്ത്തി പറയുന്നവരല്ല കേട്ടോ, ഒരിക്കലും നമ്മളെ പുകഴ്ത്തി പറയുന്നവരല്ല നമ്മളെ ജീവിതത്തിൽ വളർത്തുന്നത്, നമ്മളെ വിമർശിക്കുന്നവരാണ് ജീവിതത്തിൽ നമ്മളെ വളർത്തുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളെ ഒരാൾ സഹായിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും വളരത്തില്ല. അല്ലെ നമ്മളെ ഒരാൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് അവരെ പ്രത്യേക സാഹചര്യത്തിൽ ഇറക്കി വിട്ടു. അപ്പോഴവര് തീരുമാനിച്ചു, വാശിയായി ജീവിച്ച് കാണിക്കണമെന്ന് വാശിയായി. അങ്ങനെ അവർ പഠിച്ച് അവർ UK ആ രീതി പോയി. കാരണം അവർക്ക് ആ വീട്ടുകാർ അവരെ തന്നെ ജീവിക്കാൻ, ആ വീട്ടുകാർ ഇറക്കി വിട്ടതെന്നുള്ള ഒരു മോശം കാര്യമാണെങ്കിലും അതുകൊണ്ട് അവർ ജീവിക്കാൻ പഠിച്ചു. അതുപോലെ നമ്മളെ എതിർക്കുന്നവരല്ല, നമ്മളെ വിമർശിക്കുന്നവരാണ് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മളെ പുകഴ്ത്തുന്നവരെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, നമ്മുടെ ഉള്ള കഴിവുകൂടി ഇല്ലാതാകത്തേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ എപ്പോഴും മെടുക്കണമെന്ന് പറഞ്ഞ് അവനെ ഏറ്റവും മോശമായിട്ട് വരത്തുള്ളൂ. നമ്മൾ വിമർശനം നമ്മളെ ഒരാൾ വിമർശിച്ചാൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രതികൂലത ഉണ്ടാകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴും മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യന്റെ മനസ്സിന്റെ കഴിവ് അവൻ പ്രയോജനപ്പെടുന്നത് അവൻ ഒരു വഴി അടയുമ്പോഴാണ്, അവൻ വഴിമുട്ടുമ്പോഴേ അവന്റെ കഴിവ് വെളിയിലെടുക്കത്തുള്ളൂ. നമുക്ക് എപ്പോഴും ഓരോരോ സഹായിക്കാൻ ആളുകളുണ്ട്, ഒരിക്കലും നമ്മൾ വളരത്തില്ല. നമ്മൾക്കൊരു വഴി മുട്ടുമ്പോൾ നമുക്ക് വേറൊരു മാർഗം ഇല്ലാതാകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളുടെ കഴിവുകളെ പുറത്തെടുക്കാൻ തുടങ്ങും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും രീതി വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ജീവിതം മാറ്റുന്ന ആളുകൾ എന്ന് ഓർത്തുകൊള്ളുക. കാരണം ആ വിമർശനങ്ങളെ നമ്മൾ അവരുടെ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അവരോട് വൈരാഗ്യമൊന്നും വേണ്ട, വിമർശന ബുദ്ധിയോടുകൂടി ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു വാശി വന്നാൽ ആ വാശിയായിരിക്കും നമ്മുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തു വരാൻ ഉപകരിക്കുന്നത്. വേറെ ഒരു രീതിയിലും നമ്മുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തു വരത്തില്ല. അപ്പം ജീവിതത്തിൽ ഈ പുകഴ്ത്തുന്നവരുടെ പുറകെ പോകരുത് കേട്ടോ. അവരെ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവരുടെ കൂടെ എപ്പോഴും നിന്നാൽ നമ്മൾ ഒരിക്കലും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കത്തില്ല. ജീവിതം ഇടയ്ക്കൊന്ന് ഉലയണം, അപ്പോഴേ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠിക്കത്തുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചാൽ എപ്പോഴും പേടിക്കണ്ട. എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച് ജീവിച്ചാൽ എപ്പം വേണമെങ്കിലും നമുക്ക് ജീവിതം താഴോട്ട് പോകാം. അപ്പൊ ജീവിതം ഇടയ്ക്കൊക്കെ ഒന്ന് ഉലയണം, ആടി ഉലയണം. മറ്റുള്ളവരുടെ സഹായം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞു തന്നത് ഒരുപാട് അനുഭവങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കിത് ഉപകരിക്കും, അതിന് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, അത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു അവസരവും കൂടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരം കൂടാണ്. എനിക്കറിയാവുന്ന ഒരാള് ഒരു തൊഴിൽ തുടങ്ങാൻ വേണ്ടി ഒരാളോട് ഇച്ചിരി പൈസ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പൈസയുണ്ട് പക്ഷെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ചോദിച്ച ആള് അന്നൊരു ദൃഢനിശ്ചയം ചെയ്തു, ഞാൻ തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുമെന്ന്. ഇന്ന് അയാള് വലിയ രീതിയിൽ സ്വന്തമായി തൊഴിൽ ചെയ്ത് വലിയ സമ്പന്നനാണ്. ആ ഒറ്റ വാശി അയാളെ വളർത്തിയത്. പക്ഷെ ആ പൈസ ചോദിച്ച ആൾ സന്തോഷത്തോടെ കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ വളരത്തില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പം നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തണം. വാശിയോടുകൂടി നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പുതിയൊരു വഴി കണ്ടുപിടിക്കും, ജീവിക്കാൻ പുതിയൊരു ജീവിതമാർഗം കണ്ടുപിടിക്കും. ആ ഒരു ജീവിതമാർഗത്തിൽ നമ്മൾ ഒരിക്കലും ആർക്കും തളർത്താൻ പറ്റത്തില്ല. അതാണ് യഥാർത്ഥ വഴി. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കുക, ഏത് കാര്യത്തിലാണെങ്കിലും അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എത്ര പ്രതിസന്ധികൾ വന്നാലും അതിനെ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങളോട് ചെയ്താൽ ഒരുപാട് ദൈവാധീനം കൊണ്ട് നല്ല കാര്യങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. എല്ലാവർക്കും അനുഗ്രഹം. എനിക്ക് ഈ തുടർച്ചയായിട്ട് വർക്കുള്ളതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ തൊണ്ടയ്ക്ക് സ്ട്രെസ് ഉണ്ട്, കണ്ണുകളടയ്ക്ക് ഈ ഉറക്കക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്നുണ്ട്. കാരണം ഞാൻ രാത്രിയിലൊക്കെ ചിലപ്പോൾ വൈകിയായിരിക്കും കിടക്കുന്നത്. ആ ഒരു ക്ഷീണം കൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.